വിശ്വകർമ്മ ഐക്യവേദി തിരുവനന്തപുരത്ത് ആഗോള വിശ്വകർമ്മ ഉച്ചകോടി സംഘടിപ്പിച്ചു. YWCA ഹാളിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഐക്യവേദി ചെയർമാൻ ഡോക്ടർ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിഷ്ണുഹരി, TK സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്ന പഞ്ചവേദങ്ങൾ എന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ കയ്യിലുള്ള 4 വേദങ്ങളിൽ ഏത് വേദം എടുത്തു നോക്കിയാലും ഉപനിഷത്തുകളോ പുരാണങ്ങളോ ഏതെടുത്ത് വായിച്ചാലും അതിൻ്റെ എല്ലാം ഒഴുകി ഒടുവിൽ ചെന്ന് ചേരുന്നത് പരബ്രഹ്മസ്വരൂപനായ ഗ്രാമപുരുഷൻ വിശ്വബ്രഹ്മദേവനെയാണ്. വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും ലളിതാ സഹസ്രനാമം ജപിച്ചാലും ചണ്ഡികായാഗങ്ങൾ നടത്തിയാലും ശ്രീരുദ്ര ജപം നടത്തിയാലും ഒക്കെ അതിൻ്റെ ശ്ലോകങ്ങളും അർത്ഥങ്ങളും എല്ലാം തത്വവിചാരം ചെയ്യുമ്പോൾ ചെന്നെത്തുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനിലേക്കാണ്. നമ്മുടെ വളരെ കുറച്ച് കലാപരിപാടികളും അത് കഴിഞ്ഞ് സമ്മാനദാനവും ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസാണ് സമ്മാനദാനം. സമ്മാനദാനം എന്ന് പറയുന്നത് 3-4 തരമാണ്. അതിൽ ഉന്നതവിദ്യ നേടിയ വിദ്യാർത്ഥികളുടെ സമ്മാനദാനം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രതിഭാ പുരസ്കാരം ഒരു 8 പേർക്കുണ്ട്. അത് കഴിഞ്ഞ് 5 പേർക്ക് ജൂറി പുരസ്കാരമുണ്ട്, 5 പേർക്ക് പുരശ്രേഷ്ഠ പുരസ്കാരമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർഷം ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് AK ആചാര്യ പുരസ്കാരം. AK ആചാര്യ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. AK ആചാര്യ എന്ന് പറയുന്നത് വിശ്വകർമ്മ ഐക്യവേദി എന്നുള്ള പ്രസ്ഥാനം തുടങ്ങിയ വ്യക്തിയാണ്. ആ വിശ്വകർമ്മ ഐക്യവേദി എന്നുള്ള പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് 1990 തുടങ്ങി. അതൊന്നും ഞാൻ ഈ പ്രവർത്തന രംഗത്തില്ല. 90 സെപ്റ്റംബർ 15 കൂടെയുള്ള വ്യക്തി പറയുന്നു. 1990 സെപ്റ്റംബർ 15 വിശ്വകർമ്മന്റെ വളരെ ചങ്കൂറ്റമുണ്ടായിരുന്ന ഒരു നേതാവ് ശ്രീ AK ആചാര്യ വിശ്വകർമ്മ ഐക്യവേദി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത്. വളരെ വലിയ പ്രകമ്പന കൊള്ളിക്കുന്ന പല മീറ്റിങ്ങുകളും മറ്റും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഐക്യവേദിയുടെ സ്ഥാപകന്റെ ഏറ്റവും കഴിവുറ്റ ഒരു വിശ്വകർമ്മത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ വിളിച്ച ശ്രീ AKVMSലെ മുൻ പ്രസിഡന്റായിട്ടുള്ള കുമാരസ്വാമി അദ്ദേഹത്തിനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. എനിക്ക് ചെരുപ്പില്ല, നേരത്തെ ഒരു ഇടാൻ വന്നു അപ്പോഴില്ല, എന്നോട് പൊക്കം പറഞ്ഞു പോകുന്നത്. യെസ്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഉദ്ഘാടനം ചെയ്തു പോയ ഇവിടെ ഇരിക്കുന്നവരെ ഉദ്ഘാടനം ചെയ്തുകൂടെ ബഹുമാനായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കാണ് ആദ്യമായിട്ട് എനിക്ക് ഇവിടെ സ്വാഗതം പറയേണ്ടത്. അദ്ദേഹം OSD സ്വാഗതം പറയുന്നത് അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാനുള്ളത്. അദ്ദേഹം OSD രാമകൃഷ്ണൻ. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹം അന്ന് വിശ്വകർമ്മ സമ്മേളനമായോട് സംസാരിക്കാതെ പോയതല്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു സുഖമില്ല, ഞാൻ സമ്മതിച്ച സ്ഥിതിക്ക് വരും, വന്ന് വിളക്ക് കൊടുത്തിട്ട് ഞാൻ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, പല വേദികളിലും വിശ്വകർമ്മ വേദികളിൽ വരാമെന്ന് പറയുന്ന മന്ത്രിമാർ വരാറില്ല. എന്നാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹം കൃത്യമായിട്ടും അദ്ദേഹം ഇന്ന് എയർപോർട്ടിൽ ഒരു 5 മുമ്പ് വന്നിറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് തിരക്കിട്ട പരിപാടിക്കിടയിലും അസുഖത്തിനിടയിലും ഇവിടെ വന്നു വിളക്കൊടുത്തി വിശ്വകർമ്മദേവന്റെ അടുത്ത് വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് ഇത് ചെയ്തു. പോകാം എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എണ്ണം നോക്കുമ്പോൾ 10-25 പേർക്കെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. അത് മാറണം, അത് മാറി ചിന്തിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കത്തിരിപ്പിലേക്ക് കടക്കുകയാണ്. നമ്മുടെ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് വിശ്വകർമ്മ ഐക്യവേദിയുടെ സംസ്ഥാന ചെയർമാൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി അദ്ദേഹം ഈ ചുമതലയിൽ ഉണ്ടായിരുന്നു.